ഹലോ കൂട്ടുകാരെ, കറികളൊന്നും ഉണ്ടാക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളിത്തോരനാട്ടോ എന്താ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉള്ളിത്തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് നമ്മളിവിടെ സവാള എടുത്തിട്ടുണ്ട്. സവാള ഒരു 2 സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കുഞ്ഞു പീസുകളായിട്ട് നമുക്ക് മുട്ടയ്ക്കൊക്കെ ഓംലെറ്റിനൊക്കെ എടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കഴിയുമ്പം അതിൻ്റെ നിന്ന് ആ വെള്ളമൊക്കെ വലിഞ്ഞ് വരുവേ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പിഴിഞ്ഞ് കളയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ സവാള തോരൻ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിയുമ്പോൾ അതിൻ്റെ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അത് നമുക്ക് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാവേ. അതിന് ശേഷം ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് വഴറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒന്ന് കളർ ചേഞ്ചായി നല്ലതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു സമയത്ത് നമുക്ക് അതിലത്തേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മളതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്കത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ കണ്ണൊക്കെ അരിയാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സവാള കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തു അതിൻ്റെ ഗുണങ്ങളൊക്കെ കളഞ്ഞു എന്ന് പറയണ്ട. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ സവാളയെ പിഴിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ. ആ വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ക്രഷ്ഡ് ചില്ലി, പിന്നെ ആവശ്യാനുസരണം പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് ഒരു 1/4 കപ്പ് നമ്മുടെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ട് അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട്, അഥവാ സവാളത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ ഉള്ളി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, വളരെ ടേസ്റ്റി ആയിരിക്കും. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വെള്ളമയം പോലെയൊക്കെ ഇരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കറികളൊന്നും വേണ്ട, ഇത് മാത്രം മതി. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.